ലോജിടെക് Z906നെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ലോജിടെക് Z906ന്റെ അൺബോക്സിംഗ്, സ്പീക്കറുകൾ, മദർബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, മൈക്രോ പ്രോസസർ തുടങ്ങിയ കാര്യങ്ങളാണ് ഒന്നാം ഭാഗത്ത് ചർച്ച ചെയ്തത്. ഈ വീഡിയോ അതിന്റെ തുടർച്ചയാണ്. ഒന്നാം ഭാഗം കാണാത്തവർ മുകളിലെ നോട്ടിഫിക്കേഷനിലോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാം. കഴിഞ്ഞ വ്ലോഗിൽ ലോജിടെക് Z906ൽ ഉപയോഗിച്ചിരിക്കുന്ന ഓഡിയോ ആംപ്ലിഫയറിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലോജിടെക് Z906ൽ ഉപയോഗിച്ചിരിക്കുന്ന ഓഡിയോ ആംപ്ലിഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വ്ലോഗിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലോജിടെക്കിന്റെ മുൻഗാമിയായ ലോജിടെക് Z5500 എന്ന മോഡൽ വളരെയധികം വിജയിച്ച ഒരു മികച്ച പ്രൊഡക്റ്റ് ആയിരുന്നു. ക്ലാസ് AB വിഭാഗത്തിൽ വരുന്ന ആംപ്ലിഫയർ ഐസികളാണ് ആ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരുന്നത്. TDA 7294 എന്ന ക്ലാസ് AB വിഭാഗത്തിൽ വരുന്ന 7 ഐസികളാണ് ലോജിടെക് Z5500യുടെ ആംപ്ലിഫയർ വിഭാഗത്തിനായി ഉപയോഗിച്ചിരുന്നത്. ക്ലാസ് AB വിഭാഗത്തിൽ വരുന്ന ഐസികളായതിനാൽ ആ ഓഡിയോ സിസ്റ്റത്തിന്റെ സൗണ്ട് ക്ലാരിറ്റി എന്നത് വളരെ മികച്ചതായിരുന്നു. എന്നാൽ ലോജിടെക് കമ്പനി Z906 അവതരിപ്പിച്ചപ്പോൾ ക്ലാസ് AB വിഭാഗം ഓഡിയോ ആംപ്ലിഫയർ ക്ലാസ് D വിഭാഗം ആംപ്ലിഫയർ ആക്കി മാറ്റി. ഇതിലൂടെ അവർക്ക് കുറഞ്ഞ പവർ ഇൻപുട്ട് നൽകിക്കൊണ്ട് വലിയൊരു ഔട്ട്പുട്ട് പവർ നഷ്ടമില്ലാതെ പുറത്തെടുക്കാൻ സാധിച്ചു. ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ എന്താണ് ആംപ്ലിഫയർ ക്ലാസുകൾ എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആംപ്ലിഫയർ ക്ലാസുകൾ ഏതൊക്കെയാണെന്ന് ഈ ചാനലിൽ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വ്യക്തത ആവശ്യമുള്ളവർ ആ വീഡിയോകൾ കൂടി കാണുക. അപ്പോൾ ക്ലാസ് D വിഭാഗത്തിൽ വരുന്ന ഓഡിയോ ഐസികളാണ് ലോജിടെക് Z906ന്റെ ഓഡിയോ ഔട്ട്പുട്ടിന് ജീവൻ നൽകുന്നത്. ലോജിടെക് Z906ന്റെ ഓഡിയോ നിയന്ത്രണം 3 തരം ഐസികൾ വഴിയാണ് നടത്തുന്നത്. ആദ്യത്തെ വിഭാഗം അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഐസികളാണ്. 3 ഐസികളാണ് അവർ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ ഓരോന്നിലും 2 അനലോഗ് ചാനലുകളുടെ ഇൻപുട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ 6 അനലോഗ് ചാനലുകൾക്കായി 3 ഐസികൾ. ഈ ഐസികളിൽ നിന്നും വരുന്ന ഡിജിറ്റൽ ഔട്ട്പുട്ടുകൾ ഈ സിസ്റ്റത്തിന്റെ പ്രധാന ഐസിയിലേക്ക് പോകുന്നു. നമ്മൾ നൽകുന്ന ഡിജിറ്റൽ ഓഡിയോ ഇൻപുട്ടുകൾ ഡോൾബി ആണെങ്കിലും DTS ആണെങ്കിലും അവയെ 5.1 ചാനലാക്കി ഡീകോഡ് ചെയ്യുകയും അവ PWM ഔട്ട്പുട്ടുകളാക്കി മാറ്റുകയും ചെയ്യുന്നതും സിസ്റ്റത്തിന്റെ മൊത്തം സവിശേഷതകൾ നിയന്ത്രിക്കുന്നതും ഈ ഐസിയാണ്. ഈ ഐസിയെ പ്രവർത്തിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഈ ഫ്ലാഷ് ചിപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോ ഭാഗത്ത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ ഐസി നൽകുന്ന ഓഡിയോ ഔട്ട്പുട്ടിനെ ആംപ്ലിഫൈ ചെയ്യാനായി ഈ സിസ്റ്റത്തിൽ ആരാണുള്ളത്? കമ്പനി അവകാശപ്പെടുന്ന 500 വാട്ട്സ് എന്ന വലിയ ഔട്ട്പുട്ട് പവർ നൽകാൻ ഈ ഓഡിയോ സിസ്റ്റത്തിന് സാധിക്കുമോ? നമുക്ക് പരിശോധിക്കാം. ഇതൊരു ക്ലാസ് D വിഭാഗം ആംപ്ലിഫയർ ആയതിനാൽ 500 വാട്ട്സ് പവർ ഔട്ട്പുട്ട് നൽകാൻ ക്ലാസ് AB പോലെ വലുപ്പം കൂടിയ നിരവധി ഐസികളുടെ സഹായം ആവശ്യമില്ല. ഈ കാണുന്ന 2 ക്ലാസ് D ഐസികളാണ് ആ ധർമ്മം നിർവഹിക്കുന്നത്. ഈ 2 ഐസികളുടെ സഹായത്താലാണ് ഉയർന്ന ഓഡിയോ പവർ ഔട്ട്പുട്ട് ലോജിടെക് Z906ൽ നിന്നും ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഐസികളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാം. TAS 5162 എന്ന മോഡൽ നമ്പറുള്ള ക്ലാസ് D വിഭാഗം ഐസിയാണ് ഇത്. വളരെ ഉയർന്ന പവർ ഔട്ട്പുട്ട് നൽകുന്ന ഐസിയാണിത്. 6 ഓം ലോഡിൽ ഓരോ ചാനലിലും 210 വാട്ട്സ് പവർ ഔട്ട്പുട്ട് നൽകാൻ ഈ ക്ലാസ് D ഐസിക്ക് സാധിക്കും. അതായത് ബ്രിഡ്ജ് ചെയ്ത് 6 ഓം ലോഡ് കൊടുത്താൽ ഒരു ഐസി മാത്രം ഉപയോഗിച്ച് 420 വാട്ട്സ് പവർ ഔട്ട്പുട്ട് നൽകാനുള്ള ശേഷിയുള്ള ഓഡിയോ ഐസിയാണ് TAS 5162. ഇവിടെ അവർ 2 TAS 5162 ഐസികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 420 വാട്ട്സ് പവർ ഔട്ട്പുട്ട് നൽകാൻ ശേഷിയുള്ള 2 ക്ലാസ് D ഐസികൾ. മൊത്തം 840 വാട്ട്സ് പവർ ഔട്ട്പുട്ട്. ഇത്രയും വാട്ട്സ് ഒരു ക്ലാസ് AB ഐസിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഹീറ്റ് സിങ്കിനും മറ്റുമായി വളരെയധികം സ്ഥലവും ഉയർന്ന അളവിലുള്ള ഊർജവും നൽകേണ്ടി വരും. ലോജിടെക് Z906ന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. 840 വാട്ട്സ് എന്ന വലിയ RMS പവർ ഔട്ട്പുട്ട് നൽകാൻ ശേഷിയുള്ള ക്ലാസ് D ഐസികളാണ് അവർ ആംപ്ലിഫയർ സെക്ഷനിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ക്ലാസ് D ഐസികളുടെ പവർ ഔട്ട്പുട്ട് ശേഷിയെ പൂർണ്ണമായ തോതിൽ ലോജിടെക് കമ്പനി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം. ലോജിടെക് കമ്പനി അവകാശപ്പെടുന്നത് പ്രകാരമുള്ള 500 വാട്ട്സ് RMS ഔട്ട്പുട്ടിനേക്കാൾ വലിയ പവർ
നൽകാനുള്ള ശക്തിയുള്ള ഐസികളാണ് ഈ ഓഡിയോ സിസ്റ്റത്തിൽ ഉള്ളത്. 6 ഓം ലോഡിൽ 90% മുകളിൽ പവർ എഫിഷ്യൻസി നൽകാൻ ഈ ഐസിക്ക് ശേഷിയുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നിരവധി ഫീച്ചറുകളും ഈ ഐസികളിൽ ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ, അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ തുടങ്ങിയ നിരവധി സുരക്ഷാ ഫീച്ചറുകളാണ് ഈ ഐസികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഈ ഐസിയിലേക്ക് ഇൻപുട്ട് സിഗ്നലുകൾ എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. TAS 5162 നമ്പറുകളിൽ ഉള്ള 2 ക്ലാസ് ഡി ഐസികളാണ് ഈ സിസ്റ്റത്തിൽ ഉള്ളതെന്ന് മനസ്സിലായല്ലോ. ഇതിലെ ഒരു ഐസിയിൽ നിന്ന് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് ഈ 4 ചാനലുകളുടെ ഇൻപുട്ടുകളാണ് നൽകിയിരിക്കുന്നത്. 4 ഓം ഇംപീഡൻസിൽ ഓരോ ചാനലിലും 80 വാട്ട്സിനടുത്ത ഔട്ട്പുട്ട് പവറാണ് ഈ ഐസി നൽകുന്നത്. ഓരോ ചാനലും 67 വാട്ട്സ് ഔട്ട്പുട്ട് നൽകുമെന്നാണ് ലോജിടെക് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി TAS 5162 നമ്പറിൽ ഒരു ഐസി കൂടി ബാക്കിയുണ്ടല്ലോ. അതിലും 4 ചാനലുകൾ ബാക്കിയുണ്ട്. ഈ ഐസിയിലേക്കാണ് സെന്റർ ചാനലും സബ്വൂഫർ ചാനലും നൽകിയിരിക്കുന്നത്. ഈ ഐസിയിലെ 2 ചാനലുകളെ സംയോജിപ്പിച്ചാണ് സബ്വൂഫർ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 160 വാട്ട്സ് പവർ ഔട്ട്പുട്ട് സബ്വൂഫറിന് ലഭിക്കുന്നു. 165 വാട്ട്സ് ഔട്ട്പുട്ടാണ് സബ്വൂഫറിന്റെ കാര്യത്തിൽ ലോജിടെക് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇനി 2 ചാനലുകൾ കൂടി ഐസിയിൽ ബാക്കിയുണ്ടെന്ന് കാണാം. അതിലെ ഒരു ചാനൽ ഇൻപുട്ടിലേക്കാണ് സെന്റർ ചാനൽ നൽകിയിരിക്കുന്നത്. 4 ഓം ലോഡിൽ 80 വാട്ട്സ് ഔട്ട്പുട്ടാണ് സെന്റർ ചാനലിൽ ലഭിക്കുന്നത്. ഒരു ചാനൽ കൂടി ഐസിയിൽ അവശേഷിക്കുന്നുണ്ട്. സിസ്റ്റം 5.1 ആയതിനാൽ ബാക്കിയുള്ള ഈ 80 വാട്ട്സ് ചാനൽ ഉപയോഗിക്കാതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ലോജിടെക് അവകാശപ്പെടുന്ന 500 വാട്ട്സ് RMS ഔട്ട്പുട്ട് നൽകാൻ ഈ ഓഡിയോ സിസ്റ്റത്തിന് ശേഷിയുണ്ടെന്ന് വ്യക്തമായല്ലോ. പക്ഷേ ഇത്രയും വലിയ പവർ ഔട്ട്പുട്ട് നൽകാൻ ശേഷിയുള്ള ഓഡിയോ സിസ്റ്റത്തിനായി അവർ തയ്യാറാക്കിയിരിക്കുന്ന പവർ സപ്ലൈ യൂണിറ്റ് അത്ര മെച്ചമുള്ളതല്ല. 500 വാട്ട്സ് ഔട്ട്പുട്ട് ഫുൾ വോളിയത്തിൽ നൽകണമെങ്കിൽ 500 വാട്ട്സിനേക്കാൾ പവർ ഔട്ട്പുട്ട് നൽകുന്ന പവർ സപ്ലൈ ആവശ്യമാണ്. അത്രയും പവർ ഔട്ട്പുട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ യൂണിറ്റ് നൽകുമോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെ 70% മുകളിലേക്ക് വോള്യം ഉയർത്തുമ്പോൾ ഔട്ട്പുട്ട് ക്വാളിറ്റിയിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൈദ്ധാന്തികമായി 500 വാട്ട്സ് RMS ഔട്ട്പുട്ടിൽ അധികം പവർ നൽകാൻ ഈ സിസ്റ്റത്തിന് ശേഷിയുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ സബ്വൂഫർ കൃത്യമായ 160 വാട്ട്സ് നൽകുമെങ്കിലും മറ്റു ചാനലുകൾ നൽകുന്ന ഔട്ട്പുട്ട് അവർ അവകാശപ്പെടുന്ന ഔട്ട്പുട്ടിനേക്കാൾ കുറച്ച് കുറയാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും Z906ന്റെ ഓഡിയോ സെക്ഷൻ വളരെ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഓഡിയോ സിസ്റ്റത്തിന്റെ ഓഡിയോ ക്വാളിറ്റി മൊത്തത്തിൽ മികച്ചതാണെന്ന് തന്നെ പറയാം.